എല്ലാം ഫിറ്റായി. പച്ച വെള്ളം ഞാൻ ഇതിനകത്തുനിന്ന് കുടിക്കില്ല. പിന്നെ അല്ലേ മദ്യങ്ങൾ കൈപിടി പെണ്ണേ. ആൾക്കാരു ഇത് ഞാൻ സ്നേഹം കൊണ്ട് തരുന്നതാ. ഇവിടെ രഹസ്യമായിട്ട് പലരും ഇത് കഴിക്കാറുണ്ട്. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എന്റെ ഗോപാൽക്കാരൻ എനിക്ക് എന്ന് ഇഷ്ടമായിരുന്നോ. ഇടയ്ക്കൊക്കെ ഒരു ദിവസം ഇത് കഴിച്ച് എൻജോയ് ചെയ്യണ്ടേ. ഈ തെലുങ്കത്തിൽ വിശ്വസിക്കാമോ? ഇവളെ പുരുഷ വിദ്വേഷിയ, അതുകൊണ്ട് ചതിക്കത്തില്ല. താങ്ക്സ് ആന്റി. എന്തിനാണ് ഇത്രയും പുരുഷ ഉദ്ദേശം? ഈ ത്രിപുര സുന്ദരിക്ക് എന്നെ സ്നേഹിച്ചൂടെ? അത് മാത്രം നടക്കത്തില്ല. ഇത്രയും നല്ല ഫിഗർ വെച്ചോണ്ട് ഞാൻ എന്തുമാത്രം ട്രൈ ചെയ്തെന്നറിയാമോ? എന്റെ 7 അയലത്തെടുത്തിട്ടില്ല. ഇത് അതുപോലല്ലെന്ന്. സ്നേഹിച്ചു കൊല്ലുന്ന ഒരു മാതൃകാ പരമ്പരയാ ഞങ്ങളുടെ. ഇപ്പൊ തന്നെ കനകാലിയനെ കണ്ടില്ലേ? കനകാലിയനോ? അതാര്? അത് തന്നെയാ നിങ്ങളെ സൂര്യനാരായണൻ, എന്റെ സ്വന്തം അളിയൻ, ഡ്രാമാറ്റിസ്റ്റ് കനംബരൻ. അളിയൻ 2 പേരല്ലേ ഒറ്റയ്ക്ക് സ്നേഹിക്കുന്നത്? അതാരാ 2 പേര്? ഒന്ന് നിങ്ങളെ വട്ടുകുമാരി, പിന്നെ എന്റെ ഉടപ്പറന്നോള് ഭാരതി. അളിയന്റെ ഭാര്യ. നിങ്ങളെ പുതിയ തോഴി സസ്യലാണ്. చాలా బాగుందండి. സബാഷ് സബാഷ്. അപ്പൊ പന്ത് നമ്മുടെ കോർട്ടിലേക്ക്. എന്തായാലും ത്രിപുര തന്ന വാർത്ത അത്ഭുതകരമാണ്. చాలా థ్యాంక్స్ అండి. റാണിയുടെ മുന്നിൽ സൂര്യന്റെ ഇമേജ് ഭയങ്കരമാണ്. അത് മൊത്തത്തിൽ പൊളിക്കാൻ കൺഫ്യൂഷൻ. കിരൺ, ശേഖർ, രാമു, చెప్పు. ഒരു പുതിയ ഐഡിയ. നരസിംഹൻ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്റെ കല്യാണക്കാര്യം പറയാൻ വേണ്ടി. അത് നമ്മൾ പണ്ടേ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? ഇതാണ് എന്റെ കുഴപ്പം. തോക്കിനകത്ത് കയറി വെടിവെക്കും. നമ്മൾ തമ്മിലുള്ള കല്യാണമല്ല, എന്റെ കല്യാണം. കൊള്ളാലോ, അപ്പൊ നിനക്ക് ബുദ്ധി ഉണ്ടായി തുടങ്ങി. അതെ, തീർച്ചയായും ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അല്ലെങ്കിൽ എടുക്കേണ്ടി വന്നു. ഏത് കൊട്ടാരത്തിലെ പെണ്ണ്? കൊട്ടാരത്തിലൊന്നും അല്ല. എന്നാലും പറ. പറഞ്ഞാൽ കാഞ്ചന അറിയും. പക്ഷെ ഇപ്പൊ പറയില്ല, നാളെ പറയാം, പൊതുസദസ്സിൽ. അതാ നല്ലത്. ആരും ടെൻഷൻ അടിക്കണ്ട. ഒരു നല്ല കാര്യം അറിയിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചേ ഉള്ളൂ. സൂര്യന്റെയും കാഞ്ചനയുടെയും കല്യാണം നടക്കുന്ന അതേ മുഹൂർത്തത്തിൽ തന്നെ എന്റെയും കല്യാണം നടത്താൻ എനിക്കൊരു ആശ. എന്താ അതിൽ തെറ്റുണ്ടോ? എനിക്ക് സന്തോഷമായി. ഇനി പറയാം, പെൺകുട്ടി രാജരക്തമല്ല, ഉന്നത കുലജാതയല്ല, സ്വത്തുകാരിയല്ല. പക്ഷേ ഞങ്ങൾ പ്രണയത്തിലാണ്. ഒരിക്കലും അകലാനാകാത്ത വിധം പ്രണയത്തിൽ. യാമട്ടിക്കാരു എന്റെ ത്രിപുര സുന്ദരിയൊന്നും അല്ലല്ലേ? അമ്മേടെ ചങ്ങ വളർന്നുപോയി. വെറുതെ സസ്പെൻസ് ഇടാതെ പറ പോലെ. ഇതാണ് എന്റെ പെണ്ണ്. മിസ്റ്റർ, ആ സ്ത്രീയെ വിടൂ. സൂര്യൻ എന്താ പ്രശ്നം? ഇവിടെ വെറും വേലക്കാരിയല്ലേ? ശശികലയ്ക്കൊരു കുഞ്ഞുണ്ട്. അതൊന്നും സാരമില്ല. ഞങ്ങൾ പരസ്പരം എല്ലാം പറഞ്ഞിട്ടുള്ളതാ. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ആ സ്ത്രീക്ക് അതൊന്നും ഇഷ്ടമല്ലെന്ന്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതാണ് സൂര്യന് കാഞ്ചനയുടെ കാര്യം നോക്കിയാ പോരെ. ശരിയാ, കുമാരൻ എന്തിനാ അതിൽ ഇടപെടുന്നത്? ഉടപ്പറന്നാളെ കെട്ടിയ എനിക്ക് പലതും നേടാം. നരസിംഹളിയാ, ഇനി ഒന്നും നോക്കട്ടെ, ധൈര്യമായിട്ട് കയറി കെട്ടി. ഞാൻ പിന്താക്കാം. അമ്മേനെ അത് സാരമല്ല. നരസിംഹ, കല്യാണം എന്ന് പറയുമ്പോ 2 പേർക്കും ഇഷ്ടമാവണ്ടേ? ആ സ്ത്രീ പറയട്ടെ അവൾക്ക് നിന്നെ ഇഷ്ടമാണോന്ന്. എന്തിനാ ഗുരുജി പറയുന്നത്? ഇതാ നോക്കിയോ, എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഇവൾക്കൊരു മുത്തം കൊടുക്കാൻ പോവാ. കണ്ടോ? യെസ്. മതിയായി, എല്ലാം മതിയായി. ദാരിദ്ര്യം കൊണ്ട് എന്തൊക്കെയോ കിട്ടും തോന്നിയപ്പോ ചില ചില്ലറ വേഷം കെട്ടൊക്കെ ഞാനും നടത്തി. പക്ഷേ ഇനി വയ്യ. എല്ലാം എല്ലാരും അറിയണം. കുമാര തേങ്ങ കൊല. ഞാൻ കുമാരനുമല്ല, കണാരനുമല്ല. ഞാൻ കനകാംബരൻ, വേറെ ഒരു നാടകക്കാരനാ. ഇതെന്റെ ഭാര്യ ഭാരതി, ഇത് ഞങ്ങളുടെ കുഞ്ഞാ. റാണി, ഒന്നും എന്റെ തെറ്റല്ല. ഈ സ്വാമിയും ഇവരൊക്കെ കൂടി എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാ. എനിക്ക് സ്വത്തും പണം ഒന്നും വേണ്ട. എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടിയാൽ മതി.
കനകേട്ടനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ ഞാൻ. എന്നെ പിടിച്ച് വേഷം കെട്ടിച്ചത് ഇവരാ. എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കുന്ന, സ്വന്തം ജീവൻ പോലും ദാനം ചെയ്യാൻ മടിക്കാത്ത കാഞ്ചനലക്ഷ്മിയോട് ഞങ്ങൾ അപേക്ഷിക്കുക, ഞങ്ങളെ ഒന്നും ചെയ്യരുത്, പോകാൻ അനുവദിക്കണം. കുമാര പോകരുത്. വേണ്ട, തടയണ്ട. തിരിച്ചു വരും, ഞാൻ വരുത്തും. മോളെ പോകുന്നുണ്ടോ എന്റെ മുന്നിൽ? ആരോടൊന്നും ആവശ്യപ്പെടാതെ, ആരും ഉപദ്രവിക്കാതെ എന്റെ മാത്രം ലോകത്ത് ജീവിച്ചതല്ലേ ഞാൻ. എന്നെ ഊരെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഒടുവിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, ഒന്നും കേൾക്കണ്ട. എല്ലാവരും ശത്രുക്കള, ഈ നിങ്ങളും. അല്ല മോളെ, അല്ല. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ നിന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോഴും നരസിംഹനും കൂട്ടരും നിന്റെ പിന്നാലെയാണ്. അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഗുരുജി എന്തുമാത്രം പാടുപെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഈ വൃദ്ധനും മോളുടെ നന്മയല്ലാതെ മറ്റൊന്നും ആഗ്രഹമില്ല. കുറച്ചു മുമ്പ് നീ കണ്ടതും കേട്ടതും എല്ലാം സത്യമല്ല. പലതും പലർക്കും അറിയില്ല. കഴിഞ്ഞ 24 വർഷം എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നിന്നെ ഞാൻ സൂക്ഷിച്ചത്. എന്റെ ആത്മാർത്ഥതയിൽ ലവലേശമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന ഒരിടം വരെ നീ വരണം. എല്ലാം മോക്ക് മനസ്സിലാവും. ഈ അമ്മാവൻ കാല് പിടിക്കാം. കുറെ കാലം ബുക്കിൽ കണക്കെഴുതി നീ ഞങ്ങളെ പറ്റിക്കില്ലേ? ഇനി അത് നടക്കില്ല. അവറാച്ച, ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല, അതുകൊണ്ടാ. ഓഹോ, എവിടെ പോയി ശ്രീധരൻ കിട്ടിയ കൊട്ടാരം? അവിടെ നിന്ന് വല്ലതും അടിച്ചു മാറ്റി ഞങ്ങൾക്കും കൂടി തന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഗതി വരുമായിരുന്നു. ചെട്ടിയാർ അങ്ങനെ പറയരുത്. കനകാമ്പരൻ ആദർശവാദിയാ. കനക, നിനക്കൊരു മാത്രം കൂടി കെട്ടിക്കൂടായിരുന്നോ? വെളുപ്പം കാലത്തേക്ക് ഒന്നിട്ടാ ഇപ്പൊ ഒന്ന് പോയത്. ഞാനൊരു കാര്യം പറയാം. വേണമെങ്കിൽ രണ്ടുപേർക്ക് ഓരോ ചായ തരാം. കുറച്ചൊരു സ്ഥലം വിട്ടോ. നിന്റെ കെട്ടിയവന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണി. കൊട്ടാരം തിയേറ്റേഴ്സിന്റെ ബോർഡില് തേണ്ടികള് പലിശക്കാരന്റെ ഒക്കെ പരസ്യം എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ അടിയല്ലാതെ വേറെ മാർഗമില്ല. ഭാരതി, വാടി. മോള് വാ. അല്ലെ, നിങ്ങൾ ഇതൊരു അകത്തോട്ടൊന്നും കയറിയില്ലേ? ചേടാ അലിമ്പ് ബ്ലൈഡ് പൈലല്ലേ, നിന്നെയൊക്കെ ഇറക്കാൻ പറ്റുന്ന നമ്മളത് നോക്കട്ടെ കേട്ടാ. കനകാമ്പര, ഒന്ന് വന്ന് വണ്ടിയൊക്കെ ഇന്നെങ്കിലും ആൾക്കാർ ഏറെ കൊള്ളാതെ കളിക്കാനോ? അതും ഡബിളാ. പകല് ചങ്ങനാശ്ശേരി, രാത്രി അത്താടിയിൽ വാഴണ്ടേ. കനകാമ്പരന്റെ വിക്രമാദിത്യൻ വീണ്ടും ആളുകൾ കണ്ട് രസിക്കട്ടെ. അതെ.